welcome to the OP 10.0 session to ice-breaking session of BA Sociology. നമ്മളെല്ലാവരും മുൻപ് പരിചയപ്പെട്ട ആൾക്കാരാണ്. ഓൺബോർഡിങ്ങിന്റെ സമയത്തും അതേപോലെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനൊക്കെ ഓൾറെഡി നമ്മൾ കോൾ ചെയ്തിട്ട് സംസാരിച്ച ആൾക്കാരാണ്. എന്റെ പേര് ഷംനീറ, ഞാൻ സോഷ്യോളജിയുടെ നിങ്ങളെ മെന്ററാണ്. അപ്പൊ നമ്മള് ഇതുവരെ ഒരു ഓൺബോർഡിങ്ങിൽ മാത്രമേ ഇങ്ങനെ വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുള്ളൂ. ഇന്നാണ് നമ്മൾ എല്ലാവരും നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുള്ളത്. ഓൾറെഡി നിങ്ങൾ ഫെസ്റ്റ് ഇനാഗ്രേഷൻ സെഷനിൽ പങ്കെടുത്ത ആൾക്കാരായിരിക്കും. അതിന്റെ ഒരു പാർട്ടിസിപ്പേഷന്റെ ഒരു ബലത്തിലാണ് നിങ്ങൾ ഇപ്പൊ സെഷൻ 2 കയറിയിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാണ് ഈ ഒരു സെഷൻ 2 നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതെന്നും അറിയാം. സോ ഈ ഒരു സെഷന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഇതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഫോർമൽ സെഷൻ ആണ്. നമ്മൾ എല്ലാവരും ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഒരു ഡിഗ്രി, ഒരു ഗ്രാജുവേഷൻ നേടുക എന്നുള്ള ഒരു ദൗത്യത്തിലാണല്ലോ വന്നിട്ടുള്ളത്. സോ ആ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ അറ്റൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി, എഡ്യൂക്കേഷനിലൂടെ നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നതിലൂടെ നമ്മൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. സാധാരണ നമ്മൾ കോളേജസിലും അതേപോലെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടാറുണ്ടല്ലോ. ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണ്, അതേപോലെ എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് സോഷ്യോളജി എടുത്തത്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മളെല്ലാവരും പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, പല പല ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ജോയിൻ ചെയ്ത ആൾക്കാരാണ്. സോ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, ഒരു ടുഗദർനെസ് കീപ്പ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ഈ ഒരു സെഷന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻഫോർമൽ ആയിട്ട് തന്നെ തുടങ്ങുവാണ്. മസിൽ പിടിച്ചിട്ട് ആരും ഇരിക്കൊന്നും വേണ്ട. അതേപോലെ ബുക്കും പേപ്പറും പെന്നൊന്നും നമുക്ക് ഈ ഒരു സെഷൻ, ഐസ് ബ്രേക്കിംഗ് സെഷനിൽ ആവശ്യമില്ല. വളരെ കൂളായിട്ട് നമ്മളൊരു ഫാമിലി പോലെ തന്നെ ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യാം, കംഫർട്ടബിൾ ആണെങ്കിൽ വീഡിയോ ഓൺ ചെയ്യുക. ഇപ്പം എന്നെയും അതേപോലെ നമ്മുടെ ഈ ഒരു സെഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് BCA ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അർച്ചന മാമും, അതേപോലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുശ്രീ മാമും, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഹന മാമും ഒക്കെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റാപ്പിഡ് ഫയർ ഇൻട്രോസ് ആയിട്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പല സിറ്റുവേഷൻസ് വന്ന ആൾക്കാരാണ്, പല ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഇഷ്ടങ്ങൾ ഉള്ള ആൾക്കാരാണ്. സോ നമ്മൾ ക്വിക്ക് ഇൻട്രോസ് പോലെ നമുക്ക് മറ്റുള്ളവരെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ പറയാനുണ്ടാവും. ഫോർ എക്സാമ്പിൾ, എന്താ പറയാ, നിങ്ങളുടെ ഫുൾ നെയിം പറയാ, അതേപോലെ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തത്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നുള്ളത്. പിന്നെ നിങ്ങളുടെ സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് പറയണ്ട, കാരണം നമുക്കറിയാം ഇന്നോ സോഷ്യോളജി എടുത്ത ആൾക്കാരാണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രാം പറയണ്ട. അതേപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫൺ ഫാക്ട് പറയാം. ഞാൻ തുടങ്ങാം ആദ്യം. ഓക്കെ, എന്റെ പേര് ഫാത്തിമത്ത് ഷമീറ, ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. അതേപോലെ എന്റെ ബാക്ക്ഗ്രൗണ്ട് സോഷ്യോളജി ആണ്. ഒരു ഫൺ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാനും എല്ലാവരുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫൺ ഫാക്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ പാട്ട് പാടാൻ ഇഷ്ടമാണ്, ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ കഴിവുണ്ട്, ഇങ്ങനത്തെ കഴിവുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഞാൻ ആരും പേരിട്ട് വിളിക്കുന്നില്ല, നിങ്ങൾ തന്നെ വോളണ്ടറി ആയിട്ട് ഒരാളെ അൺമ്യൂട്ട് ചെയ്യുക, സംസാരിക്കുക, ഫുൾ നെയിം പറയാ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയാ, അതേപോലെ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൺ ഫാക്ട്, നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൺ ഫാക്ട്. ആരാണ് ആദ്യം? എന്റെ പേര് ദീപ, ഞാൻ കോട്ടയംകാരിയാണ്. സോഷ്യോളജി തന്നെ എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സോഷ്യോളജി എടുത്തതാണ്, പക്ഷെ ഡ്രോപ്പ് ആയിപ്പോയി. കൊറോണ ഒക്കെ വന്ന കാരണം ഇന്ത്യയിൽ ഡ്രോപ്പ് ആയിപ്പോയി. പിന്നെ കുറെ ബ്രേക്ക് വന്ന് ഒരു മോനായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ എനിക്ക് പഠിക്കണമെന്നൊരു ചിന്ത വന്ന് അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തതാണ് ലാംഗ്വേജില്. പിന്നെ ഫൺ ഫാക്ട് പറയുകയാണ്, മാം പറഞ്ഞ പോലെ എനിക്കിങ്ങനെ കലപില സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എന്റെ ഹസ്ബൻഡ് നേരെ തിരിച്ചാണ്. ആള് ഒത്തിരി സംസാരിക്കുന്ന ആളല്ല. അങ്ങനെ ഉള്ളൊരു ഇതാണ്, ക്യാരക്ടറാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരുമിക്കുമ്പോഴാണ് ലൈഫിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആയിട്ട് മാറുക അല്ലെ. ഇപ്പൊ ഒരേപോലെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരുമിക്കും നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവത്തില്ല. ഇതിപ്പോ ഒരാൾ സൈലന്റ് ആയിട്ടും ഒരാൾ ഭയങ്കര വൈബ്രന്റ് ആവുന്ന സമയത്ത് നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും അല്ലെ. സോ ദീപ, വെൽക്കം ടു ദ ഫാമിലി. ഓക്കെ, കമോൺ. നിങ്ങൾ ഇത്ര ഉഷാറുള്ള ആൾക്കാരല്ലേ. നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഉഷാറുള്ള പിള്ളേരാണല്ലോ. ഹലോ മാം, എന്റെ പേര് ആതിര എന്നാണ്. പറഞ്ഞോളാം. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഫണ്ണായിട്ടുള്ളത്, ഞാൻ അത്ര പെട്ടെന്ന് മിങ്കിളാവുന്ന ടൈപ്പ് അല്ല ഞാൻ. പിന്നെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടൊക്കെ ഇറങ്ങാനും അവരോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പം ഫ്രണ്ട്സിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് അല്ലേ? അതെ.
നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഒക്കെ ഉണ്ടാവും അല്ലേ? അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാലും അവര് ഒപ്പം ഉണ്ടാവും. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലൊരു കമ്മ്യൂണിറ്റി ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആതിര. ഓക്കെ ആതിര. നെക്സ്റ്റ് ആരാണ്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണ്ടേ? നമ്മൾ എത്ര പേരുണ്ടെന്ന് കണ്ടില്ലേ? 27 പേരുണ്ട് ടോട്ടൽ അല്ലേ? എന്റെ പേര് നാജിയ ഫർഷാന. ഞാന് ഡിഗ്രി ഇതേപോലെ ഡ്രോപ്പ് ഔട്ട് ചെയ്താ. മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു BA സോഷ്യോളജി തന്നെ. ഒരു ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയപ്പോഴേക്കും അത് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളായി. പിന്നെ ഒരു ആഗ്രഹം ഡിഗ്രി എടുക്കണം, ഒരു ഡിഗ്രി എങ്കിലും വേണം. ഇപ്പോ അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയി തീരണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹ പ്രകാരം ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണം. എന്തായാലും ഷോ. ഇൻഷാല്ലാ. ഓക്കെ, പിന്നെ നാജിയുടെ ഒരു ഫൺ ഫാക്ട് പറയും. അങ്ങനെ ചോദിച്ചാല് എനിക്ക് ഇതുപോലെ തന്നെ സംസാരിക്കാനും അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ കഴിവ് എന്തെങ്കിലും നമ്മളിപ്പോ ചിത്രം വരയ്ക്കും, പാട്ട് പാടും. കഴിവാണോ ചോദിച്ചേ? കഴിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സ്കൂൾ അങ്ങനെ ഡാൻസ് പാട്ട് അങ്ങനെയൊന്നും കഴിവില്ല. എന്നാൽ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കഴിവല്ലേ? എല്ലാത്തിനും പങ്കെടുത്തിട്ടുണ്ട്, പ്രൈസും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുമായി മുന്നോട്ട് പോയിട്ട് അങ്ങനെ ഒരുപാട് പാടും അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്ക് സ്റ്റോറീസ് ഒക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു കഴിവാണോന്ന് അറിഞ്ഞൂടാ. അത് കഴിവല്ലേ? നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയില് ലിറ്റററി ആയിട്ട് കഴിവുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും കൂടി പ്രൗഡാണ്. അപ്പൊ എന്തെങ്കിലും ആൾക്കാരുടെ കഥകൾ കേൾക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് നാജിയെ കണക്ട് ചെയ്യാം അല്ലെ? കഥകൾ കേൾക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ചെറുതായിട്ട് ഇതൊക്കെ ചെയ്യും. പക്ഷെ അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ നാജി. അപ്പൊ നാജിയക്ക് കുട്ടികൾക്കൊക്കെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ മറ്റുള്ള പുസ്തകങ്ങളൊന്നും നമ്മള് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നാജിയെ മതി അല്ലേ? ഓക്കെ ഫൈൻ. ബെഡ് ടൈമിൽ സ്റ്റോറി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഡെയിലി. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കാണ്ട് ഞങ്ങളോട് സംസാരിക്കോ? നമുക്ക് വേറെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളോ ഒന്നുമില്ല. നിങ്ങനെയുള്ള സെഷൻസിൽ മാത്രമേ നമുക്ക് എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാരും ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം, അടുത്തത് ഞാൻ പറയാം എന്നുള്ളതായിട്ട് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയി നിൽക്കുക എല്ലാരും. ഇത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ഗെയിംസ് ഉള്ളതാണ്. ഹന മാം നമുക്ക് ഒരുപാട് ഗെയിംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഇൻട്രോ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗെയിംസിലോട്ടൊക്കെ കടക്കാൻ വേണ്ടിട്ടല്ല? അതെ അതെ. അപ്പൊ ഇൻട്രോ വേഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇൻട്രോ പറഞ്ഞ് നിങ്ങൾ എല്ലാരെയും നമുക്ക് പരിചയപ്പെടണം. ഒരാൾ കൂടി നമുക്ക് ഒരു ഗെയിമിന് മുന്നേ ഒരാൾ കൂടി. എന്റെ പേര് ആദിത്യ. ഞാൻ വരുന്ന ട്രിവാൻഡ്രത്താണ്. 2 വർഷം വർക്കിംഗ് ആയിരുന്നു ടെക്നോളജി കമ്പനിയിൽ. എന്നിട്ട് അത് ക്വിറ്റ് ചെയ്തിട്ട് ഒരു കോഴ്സ് എടുത്തിട്ട് ഇപ്പം IT ഫീൽഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഡിഗ്രിയിലോട്ട് വന്നത്. ഫൺ ഫാക്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല, കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. വെരി ഗുഡ്. അതൊരു ഫൺ ഫാക്ട് അല്ലേ? എക്സ്ട്രോവേർട്ട് മാത്രമല്ല, ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഫൺ ഫാക്ട് ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാരെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാരെ പഠിക്കുന്നത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ ആദിത്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ഗെയിമിലോട്ട് കിടക്കാം അല്ലേ? ഓക്കെ, സൂം ഇൻ സൂം ഔട്ട് എന്നാണ് നമ്മൾ ഈ ഒരു ഗെയിമിന്റെ പേര്. എല്ലാരും ഓക്കെ അല്ലേ? എല്ലാരും നല്ല ഉഷാറായിട്ടിരിക്കണം. ഗെയിമിൽ ചടപടയെന്ന് ഉത്തരം പറയണം. ആരാ ഫസ്റ്റ് ഉത്തരം പറയുന്നതെന്നുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അഥവാ നമുക്ക് മ്യൂട്ട് ഓൺ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ചാറ്റ് ബോക്സ് നോക്കിയാൽ മതി. നമുക്ക് അർച്ചന മാമും അനുശ്രീ മാമും ഒക്കെ ഉണ്ട് ആരാ ഫസ്റ്റ് പറയുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂം ഇൻ സൂം ഔട്ട്. ഞാൻ ഇതില് സ്ക്രീൻ മാറുന്നുണ്ടോ എന്ന് പറയണേ ഷംനീറ മാം. മാറുന്നുണ്ട് മാം. ഓക്കെ, ഇതില് ഞാനൊരു ഇമേജിന്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രം കാണിക്കുന്നുണ്ടാവും. ആ പാർട്ട് വെച്ചിട്ട് അത് ആരാണ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പറയണം. ഓക്കെ, അതാണ് നമ്മളുടെ ഗെയിം. എല്ലാരും ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇനി തംസപ്പ് ഇട്ടാ മതി. അതെ, തംസപ്പ് ഇട്ടാ മതി. അപ്പൊ ഇതാരാണ് പറയണം. ഞാൻ ടൈമർ വെക്കുന്നുണ്ട്. റൊണാൾഡോ ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, റൊണാൾഡോ പറഞ്ഞോ? വേറെ ആൻസർ ഒന്നും ഇല്ലേ? ടൈമറിന്റെ ഒന്നും ആവശ്യമില്ലല്ലേ? വേറെ ആൻസേഴ്സ് ഒന്നും ഇല്ലേ? ഫസീം മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ? ഓക്കെ, അപ്പൊ പിന്നെ അതെ അതന്നെ റൊണാൾഡോ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റിൽ ഞാൻ ടൈമർ വെക്കുന്നുണ്ട്. വെറുതെ വെക്കാം. നിങ്ങളൊരു പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ളത് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. സ്റ്റിൽ വെക്കാം. ഒരു 20 സെക്കൻഡ്സ് കൊടുക്കാം അല്ലെ?
അതെ അതെ. അപ്പൊ നെക്സ്റ്റ് 20 സെക്കൻഡ്സ് ഒന്നും ആവശ്യമില്ല. മോഹൻലാൽ. ആ മോഹൻലാൽ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുന്നേ നമുക്ക് പറയാൻ പറ്റും അല്ലേ? എല്ലാരും പറയണം ആകെ 2 പുരുഷ ശബ്ദങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ശ്രീഹരി കമന്റ് സ്ത്രീ ചെയ്തിട്ടുണ്ട്. ശബ്ദങ്ങൾ വേണം, സ്ത്രീ ശബ്ദങ്ങളും വേണം. ഓക്കെ, അപ്പൊ മോഹൻലാൽ അത് കറക്റ്റ് ആൻസർ ആണ്. അത് പിന്നെ നമ്മള് കണ്ണ് പൂട്ടിയിട്ട് വേണമെങ്കിലും പറയും. ഓക്കെ, നെക്സ്റ്റ്. ശോഭന. ശോഭന. ആ അതാര്? ദീപ ദീപ പറഞ്ഞു. ശോഭന. വേറെ ആൻസർ? നമുക്ക് ശരിയുത്തരം മാത്രം പോരാ, തെറ്റുത്തരങ്ങളും വേണം, എന്നാലും രസം ഉണ്ടാവാ. മമ്മൂട്ടി. അതെ, അത് വല്ലാത്തൊരു തെറ്റുത്തരായി പോയി. ഓക്കെ, ശോഭന കറക്റ്റ് ആണ്. നെക്സ്റ്റ്. VS VS അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ. നാജിയ. നാജിയാണ് കറക്റ്റ്. ബാക്കിയുള്ളവരും പറയുന്നുണ്ട്. നാജിയാണ് ഫസ്റ്റ് പറഞ്ഞത് അല്ലേ? ആ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്യുതാനന്ദൻ തന്നെയാണ്. ഇതിൽ കണ്ണ് മാത്രം മതിയായിരുന്നു, കുറച്ചും കൂടി ഉണ്ട്. കറക്റ്റ് ആണ്. അച്യുതാനന്ദൻ നമ്മളോട് വിട പറഞ്ഞല്ലേ കുറച്ചു ദിവസം മുന്നേ. റെസ്റ്റ് ഇൻ പീസ്, റെസ്റ്റ് ഇൻ പവർ അല്ലേ? യെസ്. അപ്പൊ നെക്സ്റ്റ്. ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ. നാജിയ. എല്ലാരും നല്ലോണം സിനിമ കാണുന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലായി. DQ ഗൂഗിള് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. DQ. ഓക്കെ, നെക്സ്റ്റ്. ധോണി. ധോണി. സിനിമക്കാര് മാത്രമല്ല ക്രിക്കറ്റുകാരുമാണെന്ന് മനസ്സിലായി. എല്ലാ സകല കലാവല്ലഭന്മാരാണ് നമ്മളെ സോഷ്യോളജിക്കാരൊക്കെ. സംഭവം കുറച്ച് സിമ്പിൾ ആയി പോയെന്ന് തോന്നുന്നു അല്ലേ ഷംനീറ മാം? അതെ അല്ലെ, ഇവരെ നമ്മൾ എത്ര മനസ്സിലാക്കിയില്ല. അടുത്തത് പറയൂ. മമ്മൂട്ടി. ഓക്കെ, മമ്മൂട്ടി. മമ്മൂട്ടിയാ? വേറെ ആൻസേഴ്സ് പറയൂ. ആരാ പറ? ഫഹദ് പറയുന്നുണ്ട്, അമൽജിത്ത് പറയുന്നുണ്ട്, ജെഫിനെ പറയുന്നുണ്ട് അല്ലെ? വേറെ ആൻസേഴ്സ് പോരട്ടെ? ഉറപ്പാണോ? 1 വട്ടം 2 വട്ടം 3 പ്രാവശ്യം കറക്റ്റ് ആണ്. ബെസോസ് ആണ് കേട്ടോ. നമ്മൾ ആമസോണിന്റെ മുതലാളിയാണ്. ഓക്കെ, നെക്സ്റ്റ്. ചിത്ര ചേച്ചിയാണ്. നമുക്ക് ചിത്ര. കപ്പ് കൊടുക്കേണ്ടി വരും. അതെ. ചിത്ര ചേച്ചിയാണ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് നോക്കട്ടെ, പെട്ടെന്ന് പറയണം. ഓക്കെ, അന്നേരം തന്നെ പറയണം. രജനികാന്ത്. ഈ ഫസീമിന് വളരെ എളുപ്പത്തിലാണ്, അങ്ങനെ ഇത് എഫേർട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലേ? അതെ, നമ്മൾ ഇവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ഒരു ഫൺ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടി ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. കുറച്ച് പേര് മാറി നിൽക്കുന്നുണ്ട്. അവരടുത്തും കൂടി ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ട് മുന്നോട്ടേക്ക് വരാൻ വേണ്ടി പറയാം അല്ലേ? അതല്ലേ നല്ലത്? ഗെയിം എല്ലാവർക്കും ഇഷ്ടായോ? എല്ലാരും ഒന്ന് ഉഷാറായല്ലേ? ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നതിന് മുന്നേ. അതെ, ഇനി നെക്സ്റ്റ് കുറച്ച് പേരും കൂടി മുന്നോട്ട് വന്ന് പരിചയപ്പെടണം, അങ്ങോട്ട് ഇൻട്രൊഡക്ഷൻ പറയണം. ഓക്കെ. എന്റെ പേര് ഫസീം, മലപ്പുറം തിരൂരാണ് സ്ഥലം. പിന്നെ എയർപോർട്ട് മാനേജ്മെന്റ് ആണ് പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എടുക്കാൻ നിന്നിരുന്നു. പക്ഷെ ആ ടൈമിൽ പിന്നെ കൊറോണ വന്ന് ഒരു 1-2 അങ്ങനെ പോയല്ലോ, അത് കാരണം എടുക്കാൻ പറ്റിയില്ല. ഫൺ ഫാക്ട് പറയും. നമുക്ക് ഓർക്ക് ആ ഫൺ ഫാക്ട് ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടി. കണ്ണ് കണ്ട ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണ് ഫസീം എന്ന് ഓൾറെഡി കിട്ടി. അല്ല, അതൊന്നുമല്ല, ഇങ്ങനെ സംസാരിക്കുന്നത് ഇഷ്ടമാണ്. കൂടുതൽ കമ്പനി ആയി കഴിഞ്ഞാല് അത്രയൊക്കെ തന്നെ. ഓക്കെ ഫസീം, ഓക്കെ. അടുത്തതാരാ? എന്റെ പേര് അമൽജിത്ത്. എന്റെ നാട് തൃശ്ശൂരാണ്. ഞാൻ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. 3 വർഷം ഡിഗ്രി ചെയ്തതാണ്. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഇപ്പോ ഇവിടെ ദുബായിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ എനിക്ക് ഡിഗ്രി ഒന്നും കൂടി ഉണ്ടെങ്കിൽ പ്രൊമോഷൻ കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഇതെടുത്തത്. ഒരു ഫൺ ഫാക്ട് പറയാം. ഫൺ ഫാക്ട്, പാട്ട് പാടാൻ എന്തെങ്കിലും കഴിവുണ്ടോ? അയ്യേ, പാട്ടൊന്നും പാടില്ല. അയ്യേ,
അയ്യോ Okay. എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അമലിന് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം. ട്രാവലിംഗ്. ഇതൊരു നല്ല ഫാക്ട് ആണ്. താങ്ക് യു. ഓക്കെ ഓക്കെ അമൽ. ഞാൻ പറയട്ടോ. ഓക്കെ പറയൂ വരൂ. എന്റെ പേര് ഫഹദ്. ഞാൻ വർക്കല ട്രിവാൻഡ്രത്ത് വന്നു. ഞാൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല. ട്രാവലിംഗ് ഇഷ്ടമാണ്, പിന്നെ വണ്ടി ഓടിപ്പ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അങ്ങനത്തെ ആണല്ലോ. പിന്നെ പറയാനായിട്ടാണെങ്കിൽ എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ആൾക്കാർ സംസാരിച്ചാലും അതൊക്കെ ഒന്ന് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ലിസണർ ആണല്ലേ? ഓ ലിസണർ ആവാൻ നല്ല പാടുണ്ട് അല്ലേ? അതെ ലിസണർ ഒരു നല്ലൊരു ക്വാളിഫിക്കേഷൻ ആണ്. എന്റെ പേര് സുൽഫിയാൻ ആണ്. ഞാൻ ആലപ്പുഴ കായംകുളം ജില്ലയിൽ നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. ബേസിക്കലി ഞാൻ ഒരു BSc കെമിസ്ട്രി സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് പക്ഷെ ലാസ്റ്റ് ഇയറിൽ ഒരു 3 to 4 പേപ്പേഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് മാരേജ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് എന്റെ പേപ്പേഴ്സ് എല്ലാം ബാക്ക് ആയി. ലാസ്റ്റ് ഞാൻ എഴുതാൻ ചെന്നപ്പോൾ അത് മേഴ്സി ആയത് കാരണം പിന്നെ ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ ഡിപ്ലോമ കോഴ്സസ് ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ കോഡിങ്, പിന്നെ കമ്പ്യൂട്ടർ കോഴ്സസ് അങ്ങനെ കുറെ പഠിച്ചു. പക്ഷെ ഒരു ഡിഗ്രി ഇല്ലാത്ത ഒരു വിഷമം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിന്റെ ആ ഒരു പേജ് ഞാൻ കാണുന്നതും പിന്നെ തുടർന്ന് പഠിക്കാമെന്നുള്ള ആഗ്രഹം പിന്നീടും വരുന്നത്. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. നമുക്ക് ഡിഗ്രി ഇല്ലാന്നുള്ള ഒരു വിഷമം ഇതോടുകൂടി തീർക്കാം. അതെ. ഓക്കെ ഓക്കെ. അടുത്തതാരാ? ഫൺ ഫാക്ട് പറഞ്ഞില്ല അല്ലേ സുൽഫിയ? ഓ, ഒരു ഫൺ ഫാക്ട് പറയും സുൽഫിയന് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു ഫൺ ഫാക്ട്. അത് ചോദിക്കുകയാണെങ്കിൽ ചുമ്മാ ഡിപ്ലോമ കോഴ്സസ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് എന്റെ ഫൺ ഫാക്ട്. അതൊരു ഹോബിയാണ്. ഇതൊരു ഹോബിയാണ്. 6 മാസം 1 year 6 months കോഴ്സസ് കുറെ പഠിച്ചിട്ടുണ്ട്. വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല. അതെ, 8-9 സർട്ടിഫിക്കറ്റ്സ് തന്നെ ഡിപ്ലോമയുടെ തന്നെ ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് താങ്ക് യു. അങ്ങനെയുള്ള ഒരു ലേണർ ഇതുവരെ കിട്ടിയില്ലായിരുന്നു. ഹലോ മാം, കേൾക്കാം? കേൾക്കാം. പറഞ്ഞു. ഹലോ മാം, എന്റെ പേര് വിനായകൻ എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ് എന്റെ വീട്. അപ്പൊ ഞാൻ കറന്റ് ഇൻവെന്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബില്ലിംഗ് ആയാലും കാർഗോ ഓപ്പറേഷൻസ് എല്ലാം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. ഡിഗ്രി എടുക്കുന്നതൊക്കെ ആണെങ്കിൽ ബിക്കോസ് എല്ലാവരും പറഞ്ഞ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഡിഗ്രി അത്യാവശ്യം അതുകൊണ്ട് ഡിഗ്രി എടുക്കാൻ പ്ലാനുണ്ട്. ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു. എനിക്ക് ഒരു സർജറി ഉണ്ട്, അതുമൂലം ഡിഗ്രി ഡ്രോപ്പ് ആക്കേണ്ട കാരണം വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലോജിക് പഠിച്ച് ഫസ്റ്റ് റാങ്ക് കൂടെ പാസ്സായി. ഇപ്പം വെയർഹൗസിൽ വർക്ക് ചെയ്യുന്നു. വിനായകന്റെ ഒരു ഫൺ ഫാക്ട് പറഞ്ഞോളൂ. ഫൺ ഫാക്ട് പറയുകയാണെങ്കിൽ കാർഗോ മാസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാ വെയർഹൗസിലും നടക്കുന്ന പ്രശ്നമാണ്. ഈ ഡേഞ്ചറസ് ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ ആക്സിഡന്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ലോഡ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ലൈഫ് സേഫർ ആയിട്ട്. ഓക്കെ, ഫൈൻ. പിന്നെ ഫൺ ഫാക്ട് ഒരു ഡിഗ്രി എടുക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഫൺ ഫാക്ട് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. പാട്ട് പാടോ? പാട്ട് ഇല്ല, പാടൂല. വേറെ അങ്ങനെ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരാളെ കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം അല്ലേ? ഹലോ, വരൂ റുസി. എന്റെ പേര് റുസൈല എന്നാണ് ഫുൾ നെയിം. റുസി എന്നാണ് എല്ലാരും വിളിക്കുക. പിന്നെ ഞാന് ഡിഗ്രി എടുക്കാൻ കാരണം കുറച്ച് ലോങ് ആണ്. ലൈക്ക് ഞാൻ ഓൾറെഡി BA ഇംഗ്ലീഷ് കഴിഞ്ഞു, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കഴിഞ്ഞു. പിന്നെ ഞാൻ MA സോഷ്യോളജി കഴിഞ്ഞതാണ്. പിന്നെ എനിക്ക് സോഷ്യോളജിനുള്ള ഒരു ഇഷ്ടം കാരണം ഒന്നുകൂടെ ഡിസ്റ്റന്റ് ആയിട്ട് BA സോഷ്യോളജിയും കൂടെ എടുക്കാനാണ്. അപ്പോഴാണല്ലോ എനിക്ക് B.Ed സോഷ്യൽ സയൻസിൽ കയറാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ലാംഗ്വേജിലൊക്കെ കയറാം. ഇപ്പൊ കറന്റ്ലി ഞാൻ B.Ed ഇംഗ്ലീഷ് ചെയ്യുക. പക്ഷെ എനിക്ക് സോഷ്യോളജിനുള്ള ഒരു ഇഷ്ടം കാരണം എനിക്ക് ഈ ഒരു ഡിഗ്രിയും കൂടെ എടുത്തിട്ട് ഞാൻ B.Ed വീണ്ടും സോഷ്യലിലേക്ക് മാറാനാണ്. കുറച്ച് ലോങ് പ്രോസസ്സാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യും. നല്ല മൂമെന്റ് ആയിരുന്നു.
ശരി. അങ്ങനെ. പിന്നെ ഫൺ ഫാക്ട് ആയിട്ട് എനിക്ക് അങ്ങനെ കുറച്ച് നല്ല അധികം ഇൻട്രോവേർട്ട് ആണ്. പക്ഷെ കമ്പനി കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ സംസാരിക്കും. അത്ര ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഓക്കെ റസ്യ, ഓക്കെ. താങ്ക് യു. ഓക്കെ, നമുക്കിനി ഒരു വളരെ ഫണ്ണി ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇനി നിങ്ങള് കുറെ നേരമായിട്ട് ഇങ്ങനെ ഇരുന്ന് നല്ല രസത്തിൽ ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യല്ലേ ചെയ്യുന്നത്. നമുക്ക് ഇനി കുറച്ചൊന്ന് ഓടി നടക്കാം. ഓക്കെ, അപ്പൊ നിങ്ങള് പറയാനുള്ളത്, നോട്ട് ചെയ്യാനുള്ളത്, ആരെങ്കിലും ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിങ്ങോ കാര്യമായി സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ അതിന്റെ ഇടയിൽ വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്രിഷിയേറ്റഡ്. പക്ഷെങ്കിൽ അവര് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോ നമുക്ക് നെക്സ്റ്റ് ഗെയിം ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, വെർച്വൽ സ്കാവഞ്ചർ ഹണ്ട് ആണ്. നമുക്കറിയാം എന്താണ് ഹണ്ട്, സ്കാവഞ്ചർ ഹണ്ട് എന്നൊക്കെ കാണും. പക്ഷെ വെർച്വൽ സ്കാവഞ്ചർ ഹണ്ട് എങ്ങനെയായിരിക്കും എന്ന് ആരെങ്കിലും അയ്യോ ഇതെന്താ എങ്ങനെയാണ് ഇത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ പെട്ടെന്ന് കാണുമ്പോ? അപ്പൊ നിങ്ങൾ എല്ലാവരെയും നമുക്ക് വീഡിയോയിൽ കാണുകയും ചെയ്യണം. പറ്റുന്നവര് മാക്സിമം ഒന്ന് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. പറ്റുന്നവരൊക്കെ ഓക്കെ, മാക്സിമം എല്ലാരും വീഡിയോ ഓൺ ചെയ്യുമെങ്കിൽ നന്നായിരിക്കും. അപ്പൊ ഞാൻ ഇതില് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ക്യാമറ ഓൺ ചെയ്തിരിക്കണം. നമ്മളൊരു ടൈമർ വെക്കും. ടൈമർ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇതിൽ ഓരോ പിക്ചർ കാണിക്കും. ആ പിക്ചർ നിങ്ങൾ വീട്ടില് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി എടുത്ത് കൊണ്ടുവരണം. ആരാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കും വെറുതെ. ഓക്കെ, അതാണ് നമ്മളുടെ ഒരു എന്റെ മോൻ എനിക്ക് ഇച്ചിരി വഴക്കാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് തുടങ്ങാം അല്ലേ? ഓക്കെ. ഫസ്റ്റ് കപ്പാണ്, മഗ്. നിങ്ങളുടെ അടുത്ത് കപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണിക്കണം, അല്ലെങ്കിൽ ഓടിപ്പോയി കൊണ്ടുപോയി വരണം. സൽമ. അതാണ്. എല്ലാവരുടെ അടുത്തും ഉണ്ട്. ആദ്യത്തെ കാണിച്ചു, സൽമ വെച്ചിട്ടുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലെ, നിങ്ങൾ അങ്ങനെ ഇരിക്കരുത്, നിങ്ങൾ പോയി എടുത്തുകൊണ്ടുവരണം. നിങ്ങൾ എല്ലാരും വീഡിയോ ഓൺ ചെയ്യ്. വീഡിയോ ഓൺ ചെയ്യേ, നിങ്ങൾ ആരെയും കാണുന്നില്ല. കിട്ടിയോ? അമൽജിത്തൊക്കെ ഫ്രീ ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് കപ്പ് കിട്ടിയോ? ഞാൻ ഓഫീസിലാണ്. ഓഫീസിലാണോ? ഓക്കെ. ആദ്യത്തെ വീട്ടിലല്ലേ? മതി, ക്ലാസ് മതി. നെക്സ്റ്റ് കലണ്ടർ ഉണ്ടോ? കലണ്ടർ ഉണ്ട്, അമൽജിത്തിന്റെ അടുത്തുണ്ട്. ദീപ നോക്കാണ്. ഫസീമിന് കിട്ടിയില്ല. സൽമ എവിടെ? സൽമ ആദിത്യന് കിട്ടി. നിങ്ങൾ കൂടെയുള്ള മക്കളോ അല്ലെങ്കിൽ പാർട്ട്ണറോ അവിടെ അസിസ്റ്റന്റ് ആരെങ്കിലും ഉണ്ട്, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. സൽമ അടുത്ത ആരെങ്കിലും കൊണ്ടുവരാൻ പറയൂ. കിട്ടിയില്ല? ഓക്കെ, എനിവേ നെക്സ്റ്റ് ഐറ്റം ഹാൻഡ് റിട്ടൺ ഡയറി. നമ്മള് ഡയറി ലേൺ വൈസ് എഴുതിയ ഡയറി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നമ്മള് പഠിക്കാനൊക്കെ എടുത്ത ഉണ്ട്, ദീപയുടെ കയ്യിലുണ്ട്. ലേൺ വൈസ് എഴുതിയില്ല, അമൽജിത്തിന്റെ കയ്യിലുണ്ട്. അതെന്താണ്? ഡയറി ഉണ്ട്, പക്ഷെ ഓക്കെ കുഴപ്പമില്ല, ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് മെഷറിംഗ് ടേപ്പ്. തയ്യൽ മെഷീൻ ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടും. ഇല്ല, ആദ്യത്തെ ഇല്ല, തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. വേറെ ആരെങ്കിലും ഇല്ലേ? ഉണ്ട്, ദീപയുടെ കയ്യിലുണ്ട്. മെഷർ ചെയ്യുന്ന ടേപ്പ് തന്നെ വേണമെന്നുണ്ട്. സ്കെയിൽ മതി. മതി, സ്കെയിലും മതി. മെഷർ ചെയ്യുന്ന സ്കെയിലായാലും കുഴപ്പമില്ല. ടേപ്പ് ഇല്ലെങ്കിലും നമുക്ക് സ്കെയിൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആരൊക്കെയാണ് ഡെയിലി ബ്രഷ് ചെയ്യുന്ന ആൾക്കാരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് കിട്ടുവോ? ഇല്ല, എല്ലാവരും വളരെ അതെ കിട്ടി. അതെ, ആദ്യത്തിന് കിട്ടിയിട്ടുണ്ട്. സൽമ ടൂത്ത് പേസ്റ്റ് ആണ്, ബ്രഷ് അല്ലേ? ആവേശാണ് നമ്മള്. ബാക്കിയുള്ളവരൊക്കെ എവിടെ? യെസ്, ദീപ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ടൂത്ത് പേസ്റ്റിന്റെ പല മാരകമായ വേർഷൻസ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കായിരുന്നു അല്ലേ?
റെയിൽവേ പാളത്തിന്റെ അടിയിലുള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ടോ? അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാത്തതാണോ? ബാച്ചിലേഴ്സ് റൂമിലൊക്കെ ആണെങ്കിൽ അടിപൊളി ടൂത്ത് പേസ്റ്റ് ഒക്കെ നമുക്ക് കാണായിരുന്നു. പക്ഷെ അമൽജിത്തൊക്കെ വളരെ ഓഫീസിലായി പോയി. ടീച്ചർ ഓക്കെ, ഫസീമിന്റെ മെട്രോ കയറി ചതഞ്ഞതാ. മെട്രോ കയറി ചതഞ്ഞതാണ്. ഓക്കെ. എനിവേ, എനിത്തിങ് യെല്ലോ ഇൻ കളർ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന്. കാർട്ടൺ ഉണ്ടല്ലോ. ആ അടിപൊളി. ദീപടുത്ത് നല്ല അടിപൊളി ഇടക്ക് ഉണ്ട്. കുട്ടിയുടേതാണ്. കുട്ടി ഇപ്പൊ ബഹളം ഉണ്ടാക്കുന്നതിന് മുന്നേ അത് കോമ്പൊക്കെ ഉണ്ട് ഫഹദിന്റെ അടുത്ത്. സൽമ കിട്ടി. നാജിയ, നാജിയ അതെന്താണ്, ഫേസ് വാഷ് ആണോ? ഫേസ് വാഷ് ഒക്കെ എപ്പോ നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കണം അല്ലേ? എപ്പോഴാണ് ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. പ്രോഗ്രാമിന് ആവശ്യം വന്നില്ലേ? ഇനി നെക്സ്റ്റ് സാനിറ്റൈസർ. ആരൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മുടെ ഒരു നൊസ്റ്റാൾജിയാണ്, കൊറോണ കാലത്തെ നൊസ്റ്റാൾജിയ. സാനിറ്റൈസർ ഇപ്പൊ നമ്മളെ വീട്ടിലുണ്ടോ? പകുതി ഒരു കുപ്പിയെങ്കിലും ബാക്കി കളഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടോ സാനിറ്റൈസർ? ഇല്ലല്ലേ? എന്നെ ഉപേക്ഷിച്ചല്ലേ എന്ന് പറയുന്ന പോലെ അല്ലേ? നമ്മൾ സാനിറ്റൈസർ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പത്രവായന ശീലമുള്ള ആൾക്കാരുണ്ടോ? പഴയ നമ്മളെ സമ്പ്രദായം. ടുഡേയ്സ് ന്യൂസ് പേപ്പർ വേണം കേട്ടോ. എപ്പോഴത്തെയോ പോരാ, ഇന്നത്തെ ന്യൂസ് പേപ്പർ ഉണ്ടോ? ഇല്ല. പക്ഷെ നാജിയ പോകുന്നുണ്ട് എടുക്കാൻ വേണ്ടിട്ട്. ഇന്നത്തെ ന്യൂസ് പേപ്പർ വേറെ ആർക്കും കിട്ടിയില്ലേ നാജിയ കൊണ്ടുവരും. എന്റെ അമ്മോ, ഇന്നത്തതാണ്. അത് ചന്ദ്രികയാണ്. ഓക്കെ. ദീപ അടുത്തുണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, ശരി ശരി. ഓക്കെ, ബ്ലാക്ക് സോക്സ് ഉണ്ടോ? ബ്ലാക്ക് സോക്സ് അടുത്തത്. ബ്ലാക്ക് സോക്സ് ചെറിയൊരു കുട്ടിയുടെ ബ്ലാക്ക് അടുത്തുണ്ടോ? കളർ ഉണ്ട്. ഇതിന്റെ ബ്ലൂ ആണത്. അറ്റത്ത് അത് ബ്ലാക്ക് ഉണ്ടോ? അല്ല ഇത് അല്ല അതിന്റെ അറ്റത്ത് ബ്ലാക്ക് ഉണ്ട്. അറ്റത്ത് ബ്ലാക്ക് ഉണ്ടോ? ഇതിന്റെ അറ്റത്തുണ്ട്. ബ്ലാക്ക് സോക്സ് വേറെ ആർക്കും കിട്ടിയോ? ബ്ലാക്ക് സോക്സ് കിട്ടി. പുതിയത് പൊട്ടിക്കാത്തതുണ്ട് നാജി അടുത്ത്. ഓക്കെ, ഫിദ അടുത്തുണ്ട്. ഫിദ കുട്ടിയുടെ തോന്നുന്നു. നെക്സ്റ്റ് നിങ്ങളെ ഫാമിലി ഫോട്ടോ ഫ്രെയിം ചുവരിൽ തൂക്കിയതാണെങ്കിൽ ഇങ്ങനെ കാണിച്ചാലും മതി. ചുവരിലൊക്കെ പരതാണ്. ഇല്ല, ഫാമിലി ഫോട്ടോ ഫ്രെയിം. ഓക്കെ, അപ്പൊ നമ്മള് ഇതൊക്കെയാണ് നമ്മളുടെ ഒരു സ്കാവഞ്ചർ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ ഒരു ഗെയിം. ഈ ഗെയിം ഇഷ്ടായോ നിങ്ങൾക്ക്? ഗെയിം ഇഷ്ടായോ? നമ്മളൊക്കെ ഒന്ന് ഓടിച്ചാടി നടന്നല്ലേ പറ്റുന്നത് പോലെ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കുറച്ചു പേരും കൂടി ഉണ്ട് ഇവിടെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുണ്ടോ? ഇനി ആർക്കെങ്കിലും എനിക്ക് പറയണമായിരുന്നു എന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുന്ന ആൾക്കാരുണ്ടോ? എനിക്കും കൂടി പറയണമായിരുന്നു, പക്ഷെ എന്തോ ഒരു മടി. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മളെ ബാച്ചിൽ, ഒരുപാട് പിള്ളേരുണ്ട്. കുറച്ചു പേരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ? നമുക്കിനി ചാൻസ് കിട്ടത്തില്ല പരിചയപ്പെടാനൊക്കെ. നേരത്തെ ഹന മാം പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെയുള്ള സെഷൻസ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാനും അതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതർവൈസ് നമ്മൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും അല്ലേ? അതെ അതെ അതെ. ഒരു ഗെയിം കൂടി കളിച്ചാലോ ഹന മാം? ഗെയിം നിങ്ങൾക്ക് ഓക്കെ ആണോ? ഗെയിം ആണോ വേണ്ടത്, അല്ലെ പരിചയപ്പെടണോ? എന്താണ്? പരിചയപ്പെടാൻ ആരും ഉണ്ടല്ലേ? ഗെയിം കളിക്കുക. ആരും മിണ്ടുന്നില്ല. അപ്പൊ നമുക്കൊരു ഗെയിമും കൂടി കളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വെറുതെ. ഫൈൻ. അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ. ഒക്കെ
മൂവിഡിൽ. ഓക്കെ, ഇതില് ഒരു മൂവിയുടെ എന്തെങ്കിലും പ്രസക്തമായ ചില ഭാഗങ്ങളുടെ ഒരു ഫോട്ടോ നിങ്ങൾ കാണും. അത് വെച്ചിട്ട് നിങ്ങൾ ഏത് മൂവിയാണത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യണം. അത് ആ മൂവിയുടെ പേരാകാം, അല്ലെങ്കിൽ ആ മൂവിയുടെ കണ്ടന്റിനുള്ളിലുള്ള എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് മൂവിയാണ് ഇത് എന്നുള്ളതൊന്ന് പറയണം. ഓക്കെ, റെഡി അല്ലേ? റെഡി ആയിരിക്കുകയാണല്ലേ എല്ലാരും? പറയൂ. കല്യാണരാമൻ. 90s കിഡ്സിന്റെ വികാരമാണ് കല്യാണരാമൻ. കറക്റ്റ് ആണ്, കല്യാണരാമൻ. ഓക്കെ, നെക്സ്റ്റ്. നാജിയ, ദീപ. സോൾട്ട് ആൻഡ് പെപ്പർ കറക്റ്റ് ആണ്. ഇനി അല്ല, കുറച്ചുകൂടെ. രാംജി റാവ് സ്പീക്കിംഗ് ഇങ്ങനെ അല്ലല്ലോ, കുറച്ചുകൂടെ. ആരോ പറഞ്ഞു. നന്ദിത. നന്ദിത പറഞ്ഞു കേട്ടോ. മാന്നാർ മത്തായി സ്പീക്കിംഗ്. ഇതിലല്ലേ ആ ഒരു സീനുള്ളത്. രാംജി റാവുന്റെ കുറച്ചുകൂടെ മുന്നേ, കുറച്ചുകൂടി പുതിയ വേർഷൻ. അടുത്തത് നോക്കിക്കോളൂ. ഒച്ച ഫോട്ടോയിൽ കിട്ടില്ല മിസ്റ്റർ. എന്താണ് വടക്ക് നോക്കിയ യന്ത്രം? സൽമ പറഞ്ഞു. സൽമ വടക്ക് നോക്കിയ യന്ത്രം കറക്റ്റ് ആണ്. നെക്സ്റ്റ്, പെട്ടെന്ന് കിട്ടും. അപ്പുക്കുട്ടൻ. സിമ്പിൾ. സിമ്പിൾ, വെരി സിമ്പിൾ ആയിപ്പോയി. എന്നാ പറയൂ, ഇത് പറയൂ. ഷാറുഖ് ഖാനല്ല. ഐഡിയ. ഹിന്ദിയാണ്. അതെ, ഹിന്ദിയാണ്. ഹിന്ദി മൂവി കാണുന്ന ആൾക്കാർ, ഇത് പഴയതാണ്. ആൾക്കാരെ പറ അറ്റ്ലീസ്റ്റ്. ഷാറുഖ് ഖാൻ അല്ലടോ. ഷാഹിദ് കപൂർ, ഷാഹിദ് കപൂറും കത്രീന അല്ല. ജബ്മീമത്താണോ? ജബ്വീമറ്റ്. അതാരാ പറഞ്ഞേ? ഓക്കെ, നെക്സ്റ്റ്. വേറെ ആൻസേഴ്സ് ഉണ്ടോ? സീതാറാം, യുനാനിമസ്. സീതാരാമം എന്നാണ്. ഓക്കെ, അടുത്തത് പെട്ടെന്ന് പറയണം, സമയം തരാൻ പറ്റില്ല ഒരാൾക്കും. പറയാതിരിക്കില്ല, അതുകൊണ്ട് അത് തരാനും ഒരു മടിയാവുന്നു. അടുത്തത് ഉസ്താദ് ഹോട്ടല്. കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ശ്രദ്ധിച്ചോ. ദൃശ്യം. കറക്റ്റ് ആണ്. ഇനി അടുത്തത് പെട്ടെന്ന് പറയണം. എന്ത് പ്രശ്നമാണ്? കുമ്പളങ്ങി നൈറ്റ്സ്. അതെ. അപ്പൊ അതാണ് നമ്മളുടെ ഒരു അടുത്ത ഗെയിം എന്ന് പറയുന്നത്. കഴിഞ്ഞു. പോരെ. ഓക്കെ, ഉണ്ടോ ഇനി പരിചയപ്പെടണം, അല്ലെങ്കിൽ എന്നെ ആൾക്കാർ അറിയണം എന്ന് ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടോ? ചെറിയ കുട്ടികളല്ലാത്തോണ്ടാണ് കേട്ടോ വിളിക്കാത്തത്, അല്ലെങ്കിൽ ഞങ്ങൾ പേരെടുത്ത് വിളിച്ചേനെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്കും വേണം, എന്നാൽ മാത്രമേ സജഷൻസും വേണം, എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സെഷനിലൊക്കെ കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആവശ്യമാണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയല്ലേ? ആരെങ്കിലൊക്കെ വന്ന് ഫീഡ്ബാക്ക് പറയൂ. വളരെ നല്ലൊരു സംഭവമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു.
അല്ല ക്ലാസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ നമുക്ക് ക്ലാസ് സിലബസും കാര്യങ്ങളൊക്കെ എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് കുറച്ച് ഫണ്ണായിരുന്നു, നൈസായിരുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് അങ്ങനെ ഇങ്ങനെ വന്ന് പറഞ്ഞാലാണ് കേട്ടോ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ വരിക. ചിലർക്ക് നമ്മള് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരങ്ങനെ അങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസും നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഫൺ ആൻഡ് എൻജോയബിൾ എന്ന് ആദിത്യ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ആദിത്യ. ഓക്കെ, താങ്ക് യു സോ മച്ച് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്. ഇനി എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമുക്ക് ഒരുപാട് സെഷൻസ് ഉണ്ട്. ഇതിപ്പോ 2 സെഷൻസ് മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇനി കമ്മിങ് ഡേയ്സിലൊക്കെ ഉള്ള സെഷൻസിൽ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ.